അല്ല, ഒരു കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകനോട് ഉണ്ടായിരുന്നു. ശ്രേൽകുമാർ പറഞ്ഞോളൂ. അല്ല, പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകനോട് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട എൻ കെ പ്രേമചന്ദ്രൻ ഇന്ന് ചെയ്ത കാര്യം എന്താണ്? വളരെ ഉദാരനായ ആശാൻ നരേന്ദ്രമോദി ക്ഷമിച്ചിരിക്കുന്നു, അമിത്ഷാ ക്ഷമിച്ചിരിക്കുന്നു. ആ രണ്ടാളുകളും ഒരു ബന്ധവുമില്ലാതെ അറിയാതെ ഛത്തീസ്ഗഡിൽ ആരോ എന്തൊക്കെയോ ചെയ്തു. അത് കേന്ദ്രത്തിലെ BJP തിരുത്തി. അവർ നല്ല ഉദാരന്മാരാണ്. ഇപ്പം അവർക്കൊന്നും ചെയ്യാൻ മേലാത്ത പരുവത്തിലേക്ക് ഒരു ജഡ്ജി എന്തോ തെറ്റ് ചെയ്തിരിക്കുന്നു. സത്യത്തിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കോടതിയിൽ ഒരു പ്രതിയെ ഹാജരാക്കി കേസ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? പ്രോസിക്യൂഷൻ എന്ന് പറയും നിയമപ്രകാരം. ഛത്തീസ്ഗഡ് സർക്കാരാണ് അവിടുത്തെ പ്രോസിക്യൂഷൻ. ഛത്തീസ്ഗഡ് സർക്കാരിനൊരു അഭിഭാഷകനുണ്ട്. ആ അഭിഭാഷകനാണ് അവരുടെ വാദം പറയുന്നത്. ആ വാദം പറയുന്നതിന് ഛത്തീസ്ഗഡിലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് അടിസ്ഥാനം. റിമാൻഡ് റിപ്പോർട്ടിൽ ഇത് NIA കൈകാര്യം ചെയ്യേണ്ട കുറ്റകൃത്യമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? NIA കൈകാര്യം ചെയ്യേണ്ട കുറ്റകൃത്യമാണ് എന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് കോടതി ഇത് കൈകാര്യം ചെയ്യാൻ എനിക്ക് അധികാരമില്ല എന്ന തരത്തിൽ ഒഴിഞ്ഞു മാറുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? 2 കന്യാസ്ത്രീകളും അവരുടെ സഭാവസ്ത്രം ധരിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഇപ്രകാരം ഒരു കേസ് വരുമായിരുന്നില്ല. അതിന് കാരണം എന്താണ്? ക്രൈസ്തവ മതവിശ്വാസികളായ 2 സഭാപ്രവർത്തകർ അവരുടെ യൂണിഫോം ധരിച്ച് അല്ലെങ്കിൽ അവരുടെ സഭാവസ്ത്രം ധരിച്ച് സഞ്ചരിക്കുമ്പോഴാണ് നോട്ടപ്പുള്ളിയായത്. ഒരു തർക്കം അവിടെ വന്ന് കാണും. ആ തർക്കം വരുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് 18 വയസ്സായി ഇല്ലയോ? 18 വയസ്സായിട്ടുണ്ട്. അവരുടെ കൂടെ സഹോദരനുണ്ട്. അവരോടൊപ്പം 2 കന്യാസ്ത്രീകൾ കൂടി ഉണ്ട് എന്നുള്ളൂ. 2 പെൺകുട്ടികൾ പ്രായപൂർത്തിയായവർ ഒരു സഹോദരനോടൊപ്പം യാത്ര ചെയ്യുന്ന കാര്യമായിട്ട് കണ്ടാൽ പോരെ? ഈ 5 ആളുകളെ ഒരുമിച്ചാക്കുന്നതിനാ? ഈ 5 ആളുകളെ ഒരുമിച്ചാക്കുക മാത്രമല്ല, അതിൽ 2 പെൺകുട്ടികളെ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് അവരുടെ സഹോദരനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയക്കാരാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ബജറംഗ് ദളുകാർ എന്തിനാണ് ഈ സഹോദരിമാരുടെ കൂടെയുള്ള സഹോദരനെ ആക്രമിക്കുന്നത്, അയാളെ തല്ലുന്നത്? നീ ഇവരെ കൊണ്ടുപോകുന്ന ആളല്ലേ എന്ന നിലയ്ക്ക് അയാളെ ആക്രമിക്കുന്നത്? അപ്പോൾ ഇന്ത്യ രാജ്യത്തൊരു പരിസരം വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട MP പറഞ്ഞ പോലെ ആൾക്കൂട്ട വിചാരണ ഇത് ഇന്ന് തുടങ്ങിയതാണോ? ശരി, അല്ല അതിലേക്ക് വരാം. ശ്രേൽകുമാർ 2 കാര്യങ്ങൾ. ഇപ്പൊ അങ്ങയുടെ പ്രതികരണത്തിൽ നിന്നൊരു കാര്യം ബോധ്യമുണ്ട്. ശ്രീ NK പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ അല്ല, ശ്രീ അമിത്ഷാ ന്യായീകരിക്കുന്നത് പോലെയല്ല. കോടതി സ്വമേധയാ അതിൻ്റെ അധികാരത്തെപ്പറ്റി പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞ് സ്വമേധയാ വിടുകയല്ല ചെയ്തിരിക്കുന്നതെന്നാണ് അങ്ങയുടെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ശ്രീ പ്രേമേന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടെ പോകണം. അതിന് മുമ്പ് ശ്രേൽകുമാർ, ഭാരതീയ ന്യായ സംഹിതയുടെ 143-ാം വകുപ്പ്, ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമത്തിലെ 4-ാം വകുപ്പ്, ഇത് രണ്ടുമാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് NIA കോടതിയിലേക്ക് വിടണമെന്നൊരു മജിസ്ട്രേറ്റ് കോടതി പറയുമോ? ഒരു സെഷൻസ് കോടതി പറയുമോ? ഇനി ഡോക്ടർ ചാക്കോ ഉൾപ്പെടെയുള്ളവർ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ വായിക്കുന്ന പത്രമായിരിക്കുമല്ലോ മനോരമ. അത് ഇന്നത്തെ ആ പത്രം ഇറങ്ങിയിരിക്കുന്ന ആദ്യത്തെ വാചകം കേട്ടോണം. കോടതിയുടെ അധികാരപരിധിയെ ചൊല്ലി ഛത്തീസ്ഗഡ് സർക്കാർ എതിർപ്പുന്നയിച്ചതോടെ ദുർഗിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ഇന്നലെയും ജാമ്യം നിഷേധിക്കപ്പെട്ടു. അടുത്തൊരു ഖണ്ഡികയിൽ പറയുന്നതാണ്, മനുഷ്യക്കടത്ത് NIA നിയമത്തിലെ ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ ഇവ പരിഗണിക്കാൻ NIA പ്രത്യേക കോടതിക്കാണ് അധികാരമെന്നാണ് സംസ്ഥാന സർക്കാർ വാദിച്ചത്. ഇത് അഡീഷണൽ സെഷൻസ് ജഡ്ജി അനീഷ് ദുബെ അംഗീകരിച്ചു. ചൊവ്വാഴ്ച കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് കോടതിയും ഇതേ കാരണം പറഞ്ഞാണ് അപേക്ഷ തള്ളിയത്. അപ്പോൾ ഈ മാധ്യമത്തെ വിശ്വസിക്കുന്നവരായിരിക്കുമല്ലോ ഡോക്ടർ ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ ശ്രീ പ്രേമേന്ദ്രൻ പറയുന്ന, അല്ലെങ്കിൽ പ്രേമേന്ദ്രനിലൂടെ ഇപ്പോൾ അമിത്ഷാ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം വിശ്വാസയോഗ്യമാണ്? അവിടെയാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. ഈ കേസിനകത്ത് റിമാൻഡ് ആപ്ലിക്കേഷൻ എന്താണ്? ഏത് കോടതിയും ഒരു പ്രതിയെ വിചാരണ ചെയ്യുമ്പോൾ ബേസ് ആക്കുന്നത് റിമാൻഡ് ആപ്ലിക്കേഷനാണ്. അതിൽ 3 കാര്യങ്ങളാണ്. 1 കുറ്റച്ചുരുക്കം, 2 അന്വേഷണം എവിടെയായി, 3 ജാമ്യം അനുവദിച്ചാൽ എന്താണ് കേസിന് ഭാവിയിൽ ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ തർക്കം. അപ്പോൾ റിമാൻഡ് ആപ്ലിക്കേഷനകത്ത് കൃത്യമായിട്ട് പറയുന്നത് 1968 കോൺഗ്രസ് സർക്കാർ ഛത്തീസ്ഗഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മതപരിവർത്തന നിരോധന നിയമമുണ്ട്.
ആ നിയമത്തിൻ്റെ പ്രയോഗം കൂടി വരുമ്പോഴാണ് 10 കൊല്ലത്തിന് മേൽ തടവ് ശിക്ഷയുള്ള കുറ്റമായിട്ട് മാറുന്നത്. ആ മാറ്റം വരുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല, സെഷൻസ് കോടതിക്ക് അധികാരമുണ്ട് എന്നതിലേക്കൊരു വാദം വന്നു ആദ്യത്തെ ദിവസം. ആ വാദം വന്നപ്പോൾ സെഷൻസ് കോടതി പോയി. സെഷൻസ് കോടതി ചെന്നപ്പോൾ പുതിയ വാദം വന്നു. എന്താണ് പുതിയ വാദം? ഇതിൽ മനുഷ്യക്കടത്തുണ്ട്. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലെ വാദം എന്താണ്? മജിസ്ട്രേറ്റ് കോടതിയിലെ വാദം 10 കൊല്ലത്തിലേറെ തടവുള്ളത് കൊണ്ട് മജിസ്ട്രേറ്റ് അധികാരമില്ല. സെഷൻസ് കോടതി പോയി. സെഷൻസ് കോടതി ചെന്നപ്പോൾ പുതിയ വാദം വന്നു, മനുഷ്യക്കടത്തായതുകൊണ്ട് NIA-ക്ക് പോകണം. NIA-ക്ക് പോകണമെന്ന് ആരാണ് വാദിച്ചത്? പ്രതിയാണോ? ജാമ്യാപേക്ഷ കൊടുത്തവരാണോ? ഛത്തീസ്ഗഡിലെ സർക്കാരാണ്. അങ്ങനെ വാദിച്ചതിന് 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, അതുമായി ബന്ധപ്പെട്ട ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെ 2 പ്രസ്താവനകൾ. ബഹുമാനപ്പെട്ട അമിത്ഷയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അത് തിരുത്തിയോ? അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടോ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? ഛത്തീസ്ഗഡിൽ 35 അംഗങ്ങളുള്ള ഒരു പ്രതിപക്ഷം ഉണ്ട് കോൺഗ്രസ്സിന്. അതിൻ്റെ പ്രതിപക്ഷ നേതാവുണ്ട്, അവിടുത്തെ ബഹുമാനപ്പെട്ട VD സതീശൻ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഞാൻ നോക്കുകയായിരുന്നു. അവസാനത്തെ ഫേസ്ബുക്കിൽ ഏതാണ്ട് 3-4 ദിവസം മുമ്പ് കണ്ടത് ഒരു ശിവസ്തുതിയാണ്. മതപരമായ ഒരാളുടെ ഞാൻ വിചാരിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെയാണ്.